വളരെ ഗൗരവമായിട്ടുള്ളതും അതുപോലെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്ലസ് ടുവിന്റെ റിസൾട്ട് 2026 വന്നു, 2025 നമുക്ക് ഏകദേശമൊക്കെ അറിയാം. ഈ 2 വർഷത്തെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ കാരണങ്ങളൊന്നും ഇപ്പോൾ ആരും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാറില്ലെങ്കിലും എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാനാണ്. നമുക്ക് 2 വർഷമായിട്ട് നടന്നൊരു മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ +1 ഇംപ്രൂവ്മെന്റിന്റെ ടൈം മീൻസ് ആ നടത്തുന്നതിന്റെ സമയത്തിന്റെ ഒരു മാറ്റം അത് വളരെ കുട്ടികൾക്ക് ദോഷകരമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. വേറെ കാരണങ്ങളൊന്നുമല്ല, നമുക്ക് ഇപ്പോഴത്തെ +1 ഇംപ്രൂവ്മെന്റിന്റെ എക്സാം നടക്കുന്നത് +2 റെഗുലർ എക്സാമിന്റെ ഒക്കെ ഇടയ്ക്കാണ്. ഇവര് 1 വർഷത്തെ പഠിച്ച ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ എപ്പോ സമയം കിട്ടിയിട്ട് എന്ത് പ്രയോജനം കിട്ടാനാണ്? അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സാറിനടുത്തും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിനോടുമാണ് നമുക്ക് കൈകൂപ്പി പറയാനുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നടത്താൻ പറ്റിയാൽ, കുട്ടികൾക്ക് ഒരു പ്രയോജനമാകുന്ന രീതിയിൽ കൂടെ ഒരു മാറ്റം വരുത്തിയാൽ അത് ഏറ്റവും വലിയൊരു സംഭവമായിട്ട്, ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നും. അതിന്റെ പ്രയോജനം നമ്മുടെ കുട്ടികൾക്കായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ അവരൊരു ചടങ്ങ് എന്നുള്ള രീതിയിൽ കൂടെ ഒരു ആവശ്യത്തിന് പുറത്ത് പല കുട്ടികളും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് എഴുതുന്നതല്ലാതെ ഒരു ഇമ്പ്രൂവ്മെന്റ് അവർക്ക് ഉണ്ടാവുന്നില്ല. അവർക്ക് ആ റിസൾട്ട് വന്ന ശേഷം, ഇപ്പൊ നമുക്ക് നടക്കുന്നത് മാർച്ചിലാണ് ഇമ്പ്രൂവ്മെന്റ് എക്സാം നടക്കുന്നത്. അതിന്റെ റിസൾട്ട് വന്നിട്ട് അതിന്റെ റിവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ റിസൾട്ട് ഒന്നും ഉടനെ കിട്ടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു എക്സാം ആയിട്ട് മാറി. പക്ഷെ കുട്ടികളുടെ എല്ലാം ക്യാഷ് നഷ്ടപ്പെടുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ക്യാഷ് കൊടുക്കുന്നുണ്ട്. വളരെ ചുരുക്കം കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഇതിനുള്ളൊരു പ്രയോജനം കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതിനൊരു മാറ്റം എങ്ങനെയെങ്കിലും വരുത്താൻ പറ്റിയാൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഏറ്റവും നല്ലൊരു കാര്യം. കഴിഞ്ഞ നമുക്ക് 2 വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ആവേശം വരുന്ന ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ആവേശത്തോടുകൂടി അവർ ഏറ്റെടുത്തിരുന്നത്. അവരതിനകത്ത് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ആ ഉണ്ടായ 1 വർഷം കൊണ്ടായ കുഴപ്പം ഇപ്പൊ നമുക്ക് +1 കയറുമ്പോൾ പല കുട്ടികൾക്കും എങ്ങനെയാ പഠിക്കേണ്ടത്, +1 10ാം ക്ലാസ് വരെ പഠിച്ചവര് ആ രീതി കൂടെ വന്നാൽ പറ്റില്ലെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്ന 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പല കുട്ടികൾക്കും. മറ്റു ചില കുട്ടികൾക്കൊക്കെ എന്തായാലും ഇപ്പോൾ ഓക്കെ ആണെങ്കിലും ഒരു ഭൂരിഭാഗം കുട്ടികൾക്കും ഇത് മനസ്സിലാവുന്നത് അതൊന്ന് കഴിഞ്ഞ ശേഷമാണ്. അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചാൻസ് വരുന്നത്. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് എക്സാം +2 പഠിക്കുന്ന സമയത്തുള്ള സെപ്റ്റംബറിലൊക്കെ നടത്തുന്നത്. അവരത് അടിപൊളിയായിട്ട് നിറവേറ്റുന്നുണ്ടായിരുന്നു. മീൻസ് നല്ല രീതിയിൽ കൂടെ മാർക്ക് വാങ്ങിച്ച A+ വരെ പല കുട്ടികൾക്കും തോറ്റ കുട്ടി പോലും വാങ്ങാറുണ്ടായിരുന്നു. അതിന്റെ കാരണം വേറൊന്നുമല്ല, +2 പഠിക്കുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നൊക്കെ പറയുമ്പോൾ ആ +2 പീക്ക് ടൈം ആയിട്ടില്ല. അപ്പൊ അവരൊന്ന് ഫ്രീയാ, ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം വരുമ്പോൾ അവർ കട്ടയ്ക്ക് നിന്ന് പഠിക്കുന്നുണ്ട്. ആ കട്ടയ്ക്ക് നിന്ന് പഠിക്കുന്നതിന്റെ പ്രയോജനം അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ റിസൾട്ടും കൂടുന്നുണ്ട്. പല കുട്ടികളും ഫെയിൽ ആവുന്നൊന്നും രക്ഷപ്പെടുന്നത് ആ ഇംപ്രൂവ്മെന്റ് എക്സാം കൂടെ കിട്ടുന്ന മാർക്കിന്റെ കൂടുതലും ഉണ്ടാകും. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും തിരിച്ചു വരുത്തണം എന്ന് പറഞ്ഞാൽ പഴയ പോലെ തന്നെ ആക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് ആർക്കൊക്കെ എവിടെയൊക്കെ ഇത് എത്തിക്കാൻ പറ്റുന്നു അത്ര എടുത്ത് എത്തിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ഏറ്റവും എളുപ്പം ഈ വർഷം വരാൻ പോകുന്ന കുട്ടികൾക്ക് പ്രയോജനമാവുന്ന രീതിയിൽ കൂടെ മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. കാരണം പല കുട്ടികളും ഇപ്പോൾ ഒത്തിരി പേര് ഫെയിൽ ആവുന്നുണ്ട്. നമുക്ക് ഈ ഫെയിൽ ആവുന്നവരുടെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേടിച്ചു പോകും. പല ആൾക്കാർക്കും അറിയത്തില്ല, പല കുട്ടികൾക്കും അറിയത്തില്ല, പേരൻസിനും അറിയത്തില്ല എത്ര പേര് 1 വർഷം ഫെയിൽ ആവുന്നു. എല്ലാവരും പെർസെന്റേജ് നോക്കുമ്പോൾ 77%. 77% നമുക്ക് പല ആൾക്കാർക്കും ഈ പെർസെന്റേജ് എന്നൊക്കെ കണക്ക് ചോദിക്കുമ്പോൾ എത്ര എഴുതുന്നെന്നോ എത്ര പേര് തോക്കുന്നെന്നോ എത്ര പേര് ജയിക്കുന്നെന്നോ ഉള്ള കൃത്യമായിട്ട് കണക്ക് അറിയില്ല. ഒരു പെർസെന്റേജ് കേൾക്കുമ്പോൾ 77 മോശമല്ല എന്നുള്ള രീതി കൂടെ. പക്ഷേ ബാക്കി 23% ഫെയിൽ ആകുമെന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണം വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിനൊരു മാറ്റം വരുത്താൻ എന്തെങ്കിലും രീതിയിൽ കൂടെ പറ്റുന്നെങ്കിൽ, ഇപ്പൊ പുതിയ സർക്കാരാണ് വന്നേക്കുന്നത്, ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് എത്രയും വേഗം നമ്മുടെ ഇതിന് വേണ്ട ആൾക്കാരിലോട്ട് എത്തിക്കുക, ഇത് കാണുക, ഇതിനൊരു ശാശ്വത പരിഹാരം, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി പഴയ പോലെ തന്നെ ആക്കുക. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒത്തിരി നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒത്തിരി അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറയുന്നത് പഴയ പോലെ തന്നെ സെപ്റ്റംബറിൽ എക്സാം മതി എന്നാണ്. പക്ഷെ ഒരിടയ്ക്ക് അങ്ങനെ അല്ലാന്ന് തോന്നുന്നു. പല ടീച്ചേഴ്സിനും ഇത് ഇടയ്ക്കൊരു എക്സാം വരുമ്പോൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഒരുമിച്ച്
+2 നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. ടീച്ചേഴ്സിന് മനസ്സിലായി ഇത് കുട്ടികൾക്ക് വളരെ ദോഷകരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു മാറ്റം വരുത്തിയാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണേലും ടീച്ചേഴ്സിന്റെ ബുദ്ധിമുട്ടാണേലും കുട്ടികൾക്കൊരു പ്രയോജനമാകുന്ന രീതി ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും ഒരു നല്ലതായിട്ടുള്ള സംഭവമാകും എന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം ഇതിലൊരു മാറ്റം വരുത്തിയ ഒരു ഉത്തരവുണ്ടാകണം എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോടുകൂടി. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഇതിന്റെ കുഴപ്പങ്ങൾ ഇനിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഇത്രയൊക്കെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഏറ്റവും ആദ്യം പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പ്രശ്നങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.